ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മുമ്പ് ഒരു 6 മണി സമയത്ത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടുള്ള ഭ ഭ ബ എന്ന് പറയുന്ന ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കാം. To enhance the sound quality. അതെ. ഓ കട്ട് പൊളി സാധനം. ആരാ വരണേ? ധ്യാൻ ശ്രീനിവാസൻ, ജനപ്രിയ നായകൻ ദിലീപ്. ഓ വില്ലൻ, അവന്റെ കപ്പൻ വിനീത് ദേവൻ. ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ. ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ. ലേശൊന്നല്ല, നല്ല ഭ്രാന്ത. ഓ ഓ ഓ ഏട്ടനെ നേർക്ക് മേല്. ധനഞ്ജയ് ശങ്കർ പടം. ഗോകുലം ഗോപാൽജി, അതാ ലാലേട്ടൻ്റെ ഒന്നും കാണിച്ചില്ലല്ലോ. ഞാൻ ഇതില് ക്ലൈമാക്സിൽ മറ്റേതോ ഒരു പടത്തില്, ആ ജയറാമിന്റെ പടത്തില് മമ്മൂക്ക വന്നിട്ടുള്ള ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ആ പടത്തില് ലാസ്റ്റ് ഡബിൾ എന്നൊക്കെ പറയണ പോലെ ഇതില് ലാലേട്ടന്റെ വക എന്താ മോനെ എന്നൊക്കെ പറയണ ഒരു വോയിസ് ഓവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ഇതിൽ കണ്ടില്ല. പക്ഷെ ടീസർ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസുകളും അതുപോലെ തന്നെ ഓവർ ദ ടോപ്പ് കോമഡികൾ കൊണ്ടും ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ തകർത്തടുക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ടീസർ കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നുന്നത്. അതുപോലെ തന്നെ വിനീതൻ ധ്യാൻ ഫേസ് ഓഫ് വരുന്ന സീക്വൻസുകൾ തിയേറ്റർ പൂരപ്പറമ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫേസ് ഓഫ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ, അതൊരു നല്ലൊരു ഫ്രഷ് മൊമെന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഏട്ടനും അനിയനും നേരെ വരിക എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതിന്റെ ഒപ്പം നമ്മുടെ ലാലേട്ടന്റെ ഭാഗം ഒരു 20-21 മിനിറ്റിന്റെ ഒരു ഗെമിയും കൂടി ഉണ്ടെങ്കിൽ ശിവനേ, തിയേറ്ററൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഭാഗ്യം. ഒരു എബോവ് ആവറേജ് റിപ്പോർട്ടുകൾ വന്നാൽ പോലും 100 കോടി പുഷ്പം പോലെ തൂക്കുന്ന ഒരു പടമായിരിക്കും ഭ ഭ ഭ അഥവാ ഭയഭക്തി ബഹുമാനം. ടീസർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീസർ ആയിരുന്നു ദിലീപേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമ ടീസറുകൾ നോക്കിക്കഴിഞ്ഞാൽ. കട്ട്സൊക്കെ വേറെ ലെവൽ കട്ട്സുകളാണ്. അതുപോലെ തന്നെ ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിന്റെ എല്ലാ ക്വാളിറ്റിയും ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഷാൻ റഹ്മാന്റെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് അനുഭവിക്കുന്ന സമയത്ത് ഇത് കാലാകാലങ്ങൾ ഓർത്തിരിക്കുന്ന സാധനങ്ങളായിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷെ തിയേറ്ററിൽ വൈബ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയായിരിക്കും ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സംഭവങ്ങളുടെ ഒപ്പം ആ തീം മ്യൂസിക് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ദിലീപ് ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള പരിപാടികളാണ് ഇതിനകത്ത് ചെയ്യുന്നത് തോന്നുന്നു. ഏത് സമയത്തും ഒരുമാതിരി പ്രാന്തന്മാരുടെ ചിരിയൊക്കെ പോലെ. അതിപ്പോ ദിലീപേട്ടനാണെന്നുണ്ടെങ്കിലും വിനീതേട്ടനാണെങ്കിലും ധ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട്. പിന്നെ തോക്കൊണ്ട് വെടിവെക്കുന്നതൊക്കെ എന്തൊക്കെയോ ഒരുമാതിരി തലയ്ക്ക് വട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൽ ആദ്യമേ പറയുന്നുണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ഒരു തരത്തിൽ ഭ്രാന്തമുള്ളവരാന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമഡി സെറ്റായിട്ട് ചെയ്തു വെക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സോ അവർക്കൊക്കെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോപാൽജിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പ്രൊമോഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങേരൊരു വൈബ് മെറ്റീരിയൽ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. വൈബ് ഒരു പരിപാടിയാണ് ആള്.
സോ ഈ ഒരു ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്താണ് നിങ്ങളുടെ ഈ ഒരു ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.